സമയം ഇപ്പോൾ 6:10. അതെ, ഞങ്ങളൊരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം 5:50 ആയപ്പോൾ ഞങ്ങളൊരു വഴിയരികളുള്ള പള്ളിയിൽ കയറിയിട്ട് നമസ്കരിച്ചു. അങ്ങനെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിറങ്ങി ഇപ്പോൾ ഒരു ചെറിയൊരു കാലിച്ചായയും കുടിച്ചിട്ട് ബസ്സിനരികിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മാമാരെയും അമ്മായിമാരെയും അമ്മായിമാരുടെയും അമ്മാമാരുടെയും മക്കളും എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഈ കാണുന്നതാണ് പൂക്കി ഗേൾസ്. ഇത് നമ്മുടെ അമ്മാവൻ്റെ മക്കളാണ്. ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിയാണ്, മകളല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, നമ്മുടെ അമ്മാവനാണിത്. നമ്മുടെ അമ്മാവന്മാരെയും അമ്മായിമാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ കാണാം. അതാ നമ്മുടെ സിസ്റ്റർ എന്തോ ഒരു പലഹാരപ്പൊതിയായി പോകുന്നു. ഇതാണ് നമ്മുടെ വലിയ അമ്മൻ. അപ്പം ചായ കുടി കഴിഞ്ഞു, നേരെ ഇനി ബസ്സിലേക്ക്. അപ്പോൾ ഇനിയും കുറേ ദീർഘ യാത്ര ചെയ്യാനുണ്ട്. ഓരോരുത്തരായിട്ട് ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഊട്ടിയിലേക്കൊക്കെയുള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ യാത്രയാണ് മെയിനായിട്ട് യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കുടുംബത്തിൻ്റെ ഒക്കെ ഒപ്പം ബസ്സിൽ പോകുന്നവരാണെങ്കിൽ മെയിനായിട്ടും ഊട്ടിയൊക്കെ ഭൂരിഭാഗം ആൾക്കാരും കണ്ടതായിരിക്കും. ബസ്സിൽ നിന്നുള്ള പാട്ട് പരിപാടി ഒത്തൊരുമിച്ചുള്ളൊരു ആഘോഷിച്ചുള്ളൊരു യാത്രയാണ് മെയിനായിട്ട് നമ്മൾ ഊട്ടി ട്രിപ്പിലൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. അപ്പം നമുക്ക് ബസ്സിലുള്ള കാഴ്ചകൾ കാണാം. ഒരു സീറ്റ് ബാക്കിയാവണേ പോവാം. ഇതാണ് അലൻ തഹാൻ, നമ്മുടെ രണ്ടാമത്തെ സിസ്റ്ററിന്റെ മോനാണ്, നമ്മുടെ മുത്തുമണി. നമ്മുടെ അമ്മാവൻ 2ഉം അമ്മാവൻ 4ഉം കൂടി ഡാൻസ് കളിക്കാനും ആവേശമാക്കാനുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. യെസ്, ഇതാണ് അമ്മാവൻ 2, ആ അപ്പുറത്ത് കാണാൻ അമ്മാവൻ 4. ഇതാണ് അസീൽ അജു, അമ്മാവൻ 2ന്റെ മകനാണ്. നല്ല ആവേശമാണ് ചെക്കൻ. ഇത് നമ്മുടെ വലിയ മോൻ്റെ വലിയ മോനാണ്. ഇത് നമ്മുടെ ചെറിയ മോൻ്റെ ചെറിയ മോൻ. രണ്ടുപേരും നമ്മളുടെ ഡാൻസിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു നേരം പുറത്തേക്ക് നോക്കിക്കാം. വാഹനങ്ങളൊക്കെ ചീറിപ്പഴുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പുറത്തേക്ക് നോക്കി പ്രകൃതി ആസ്വദിച്ചില്ല പിന്നെ അല്ലേ എന്താ കാര്യം അല്ലേ. നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും നല്ല നല്ല പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ കഴിയും. നേരെ നമുക്ക് ബസ്സിനുള്ളിലേക്ക് പോകാം. പാട്ട് പാടാൻ വിളിച്ചത് തന്നെയാണ് സുഹൃത്തുക്കളെ. ബട്ട് പാട്ട് പാടുന്ന ആരും വീഡിയോ എടുക്കാതെ കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, സോറി. സുഹൃത്തുക്കളെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള പാത്രവുമായി ഉമ്മ വരുന്നു. അമ്മ നമ്മുടെ രണ്ടാമത്തെ വ്ളോഗായി വന്നിരിക്കുകയാണ്. ആദ്യത്തെ വ്ളോഗിൻ്റെ പരാജയത്തിന് ശേഷം രണ്ടാമത്തെ വ്ളോഗായി വന്നിരിക്കുകയാണ്. നമ്മൾ ടൂർ വന്നതാണ്, ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. യെസ്, നല്ല പൊറാട്ട, നല്ല ചിക്കൻ കറി,
കൂടാതെ തന്നെ നല്ല ഉപ്പുമാവുണ്ട്. എൻ്റെ ഫാദറിൻ്റെ സ്പെഷ്യൽ ഉപ്പുമാവാണ്, എൻ്റെ ഫാദർ ഉണ്ടാക്കിയതാണ്. തിരക്കേടില്ല, നല്ല ഭക്ഷണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ഇനി നോക്കി നിൽക്കേണ്ട, നമുക്ക് കഴിക്കാം. ഞാനൊരു പൊറോട്ടയും കുറച്ച് ഉപ്പുമാവ് എടുത്തു, നമുക്കിത് മാറി നിന്ന് കഴിക്കാം. പോകുന്ന വഴിക്കതാ നമ്മുടെ ഫാദറും മൂത്ത അളിയനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇതാണ് എൻ്റെ ഫാദർ, ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അളിയനതാ പുറത്ത്, മൂത്ത അളിയനാണ്. ഇത് നമ്മുടെ മാമൻ 2 അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാ നമ്മുടെ അളിയൻ 2, നമ്മുടെ രണ്ടാമത്തെ അളിയനാണ്. ഇതാണ് നമ്മുടെ മാമൻ്റെ മക്കളാണത്, മാമന്മാരുടെ മക്കളാണതൊക്കെ. അപ്പം ഇദ്ദേഹമാണ് അൻഫാൽ കെട്ടി. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാനം വരാനുണ്ട്, നമുക്ക് കാണാം. ഇത് നമ്മുടെ രണ്ടാമത്തെ സിസ്റ്ററും മോനുമാണ്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മുടെ അസീൽ അജു. അദ്ദേഹത്തിൻ്റെ ഡാൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണം. അന്ത്രുക്കാക്ക ഐ ലവ് യു പറഞ്ഞ ഗാനം പാടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറിയിട്ട് ബസ്സിൽ. ഇപ്പം എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മാവിൻ്റെ ഒരു ഗാനമുണ്ട്. അമ്മായിയുടെ പ്രേക്ഷകർക്കിടയിലേക്ക് മൈക്ക് നീട്ടുന്നു. ഇനി നമ്മുടെ സിസ്റ്ററിൻ്റെ കൂടെയാണ്. ഇനി വേദിയിലേക്ക് എത്തുന്നത് 2 റോക്ക് സ്റ്റാറുകളാണ്, അസീൽ അജുവും അൻഫാൽ കെട്ടിയും. നമുക്ക് കേട്ടോട്ടെ പാട്ട്. ഇനി നമുക്ക് ഗ്രാൻമയുടെ ഒരു ഇമ്പമുള്ള ഗാനം കേൾക്കാം. ഇനി നമ്മുടെ അളിയനും പെങ്ങളും ചേർന്ന് ഒരു അടിപൊളി ഗാനം. അളിയനാമയ്ക്ക് എനിക്ക് കൈമാറുന്നു. ബട്ട് എനിക്ക് വരിയൊന്നും അറിയില്ല സുഹൃത്തുക്കളെ, അതുകൊണ്ട് കുറച്ചൊക്കെ പാടിപ്പിക്കാൻ നോക്കി, ബട്ട് കഴിഞ്ഞില്ല. ഞാൻ ആ ബൈക്ക് വേഗം പ്രശസ്ത ഗായിക അമ്മായിക്ക് കൈമാറി. അമ്മായിക്ക് ഇതൊക്കെ ഇനി നമ്മുടെ സിസ്റ്ററിൻ്റെ മോളുടെ ഒരു ബ്യൂട്ടിഫുൾ മെലഡി. ഞങ്ങളിപ്പോൾ ടൂർ വന്നിരിക്കുകയാണ്. ഞാനങ്ങോട്ട് പറയുകയാണ്, ഇത് കുഞ്ഞാപ്പു. ഹലോ, ഹലോ,
എല്ലാവരും ഇത് പാടുന്നത് അജ്മൽ ഖാൻ. ഞങ്ങളിനി പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ബട്ട് അവിടെ ഭയങ്കര ബ്ലോക്കും തിരക്കുമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അവിടെ കയറാൻ കഴിയില്ല. നമ്മൾ പൈക്കര വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. യെസ്, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും സുഹൃത്തുക്കളെ. പക്ഷെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. കസ്തൂരി മണക്കുന്നല്ലോ. എൻ്റെ മിലനൈബിക്ക് അവിടെ, എൻ്റെ മിലനൈബിക്ക് അവിടെ. യെസ്, ഇതാ എൻ്റെ മിലനൈബിക്ക്. അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് റെഡിയാക്കി കൊടുക്കുകയാണ് അളിയൻ. मिलने ये कहा है दिल से. അപ്പോൾ ഇതാരാണ് ഈ നടന്നു വരുന്നത്? റോക്കി ബായ് മോനാണെന്ന് വിചാരിച്ച് നിൽക്കേണ്ടത് നമ്മുടെ അളിയനും മോനുമാണ്. അതേ, നമ്മുടെ മിലൻ ഐബക്കും അദ്ദേഹത്തിൻ്റെ ഫാദറും. അപ്പം കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ മടിയുള്ളവരും ആരോഗ്യം കുറഞ്ഞവരും വണ്ടി വെയിറ്റ് നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചുവന്ന ഡ്രസ്സ് ഇട്ടതാണ് നമ്മുടെ അൻഷദ് കെട്ടി, നമ്മുടെ വലിയ മോൻ്റെ രണ്ടാമത്തെ മകൻ. അണ്ണ പറഞ്ഞ യെസ്, ഓക്കെ. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നല്ല കണ്ണിന് കുളിർമയാകുന്ന സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതാണ് കെ ടി സൽമാൻ, നമ്മുടെ രണ്ടാമത്തെ മോൻ്റെ മൂത്ത മോൻ. ഇത് നമ്മുടെ മിലൻ ഐബക്കിൻ്റെ അനിയനാണ് അലൻ തഹാൻ. അപ്പം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ നല്ലൊരു നടപ്പാതുണ്ട്. നല്ല സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം അടിയിലേക്ക്. ഇവിടുന്ന് നോക്കിയാൽ കാണാം വാട്ടർഫാൾസ് എത്തുന്ന പുഴ. നല്ല കണ്ണിന് കുളിർമയാകുന്ന സ്ഥലം. എത്രത്തോളം ഈ വീഡിയോയിൽ അത് അനുഭവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമയാകുന്ന സ്ഥലമാണ്. ഗർസെ നിക്കൽതേ ഹി കുച്ച് ദൂര ചൽതേ ഹി. എന്താ അറിയില്ല, ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് എൻ്റെ ഫേസും കാണിച്ചേക്കാം. സിസ്റ്റർ മോനും ബേക്ക് നടന്നു വരുന്നുണ്ട്, അളിയനുണ്ട്. അപ്പം സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് പൈക്കര വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. കിത്ന പ്യാരാ തുജെ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലും മുന്നൊരുക്കത്തിലൊക്കെയാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ, അതാണ് മെയിനായിട്ട്. ഇവിടെ കണ്ണിന് ഒരു കുളിർമയും കിട്ടും. വാട്ടർഫാൾസിൻ്റെ കൺകുളിർമ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് ബസ്സിനടുത്തേക്ക്. ഇനി ഉച്ചഭക്ഷണമാണ് അടുത്ത പരിപാടി. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പം ഭക്ഷണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാർ രണ്ടുപേർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞുകൊണ്ട് ആരാണത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേ? സാർ, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സൂപ്പറാ? സൂപ്പറാ? പിന്നെ എരിയുണ്ടോ? എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാ? എന്താണ് ഭക്ഷണത്തെ പറ്റി പറയാനുള്ളത്? കഴിച്ചോ നിങ്ങൾ? ആയിക്കോട്ടെ. ഇതാണ് എമ്മച്ചി കേട്ടി. വീഡിയോ എടുക്കുന്നത് ഞാൻ കാണുന്നില്ല, ഞാൻ ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാവനും ചെറിയ മോനും അതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ വേണ്ടി അമ്മാവൻ പറയുന്നു. അത് കേൾക്കാത്ത മകനും. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. ഓരോരുത്തരുടെ അഭിപ്രായം റിയാക്ഷൻ നോക്കി എന്നാൽ ചിലപ്പോൾ അമ്മക്ക് അഭിപ്രായം പറയാൻ ഫുഡ് ഇല്ലെങ്കിലോ ഞാൻ കഴിച്ചേക്കല്ലേ. എവിടെ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലത്ത് പൊന്താം, ഇവിടെ നമർന്നിരുന്നേക്കാം. ബിസ്മില്ലാ. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് ഓരോരുത്തരായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് ഇറങ്ങിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. आए हो मेरी जिंदगी में तुम बहार बनके.
അപ്പം ഇതാണ് നമ്മുടെ എസിൻ സഹാൻ, നമ്മുടെ ചെറിയ മോൻ്റെ ചെറിയ മോൻ. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. അതെ, ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ പോയിട്ടുണ്ട്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഗാർഡൻ്റെ മുന്നിൽ. ആരോ ഒന്ന് പൊട്ടാറ്റോ ചിപ്സ് മസാല വാങ്ങിയത്, അത് പങ്കുവെച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ. ഒന്ന് ഉണങ്ങിയില്ലേ? നമ്മുടെ മിലനൈബക്കഥ നമ്മുടെ അളിയനെ മാക്സിമം സാധനം വാങ്ങി മുതലാക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഗാർഡനുള്ളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാവരും. ഈ ഗാർഡനിൽ ഞാൻ കുറേ പ്രാവശ്യം വന്നതാണ്. വലിയ മടുപ്പില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളൊരു മരത്തണലിരുന്ന് അസറൊക്കെ നമസ്കരിച്ച് കുറച്ച് വിശേഷങ്ങളും പരിപാടികളും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മരത്തണലിൽ, നല്ല റിലാക്സ് ആയിക്കൊണ്ട്. ഇനി ഇവിടെ കുറച്ചൊന്ന് ചുറ്റി കാണണം, റീൽസ് എടുക്കണം. അതൊക്കെയാണ് ഈ ഗാർഡനിൽ വന്നുള്ള പരിപാടി. റീൽസ് ഇപ്പോഴത്തെ ഒരു ഫർദ് കാര്യമാണല്ലോ. सूरज हुआ मध्यम चांद जलने लगा. ഓരോ സന്ദർഭത്തിനും ഓരോ പാട്ട് ഞാൻ മനസ്സിൽ വരും. ഇത് ചെയ്യാനല്ലേ. ഇതാ നമ്മുടെ വലിയ മോനും വലിയ അളിയനും കൂടിയും ചിപ്സൊക്കെ പങ്കുവെച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു. മുജിയാക്കഥ അലന്തഹാന് വെള്ളം കൊടുത്ത് പരിപാലിക്കുന്നു. നമ്മുടെ അലാപ്പിയാണത്, അനുമോൻ. വലിയ മോൻ കൂളിംഗ് ഗ്ലാസ് കോരി ഒന്നുകൂടി ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. യെസ്, ഓക്കെ. ഇതാണ് അമ്മോൻ 5 മിസ്റ്റർ MHKT. ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ റീൽസ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അതിനുള്ള മുന്നൊരുക്കത്തിലാണ് നിൽക്കുന്നത്. ഡാൻസിൻ്റെ ഒന്നും ABCD അറിയാത്ത നമ്മളൊക്കെ ജീവിതത്തിൽ ഡാൻസ് കളിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. കളിക്കാൻ അങ്ങോട്ട് ഇല്ലേ, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇവരൊക്കെ റീൽസിനുള്ള പ്രാക്ടീസിലാണ്. സമയം 6:10. അപ്പം ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ മഗ്‌രിബ് നമസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ ടൂർ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബസ്സിനകത്ത് നിന്നുള്ള കലാപരിപാടികൾ ഉണ്ടാവും നാട്ടിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പം നമുക്ക് അതൊക്കെ കാണാം. യെസ്, മിസ്റ്റർ MHKT എന്തോ ചെയ്യുന്നുണ്ടല്ലോ. യെസ്, ഒരു കന്നാസ് നിറയെ വെള്ളം വായിലേക്ക് അമഴ്ത്താണ്. ഓ, ധീരൻ തന്നെ. അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിതാ ഊട്ടിയിൽ നിന്നും നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം ഇനി കലാശക്കൊട്ടാണ് ബസ്സിൽ നിന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളിൽ ടങ് ട്വിസ്റ്റർ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അജ്മൽ അജു അത് ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ആന അലർപ്പിക്കാണ് മൂപ്പര്. ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ഇനി അൻഫാൽ കേട്ടിയുടെ ഗംഭീര ഗാനം. കുടമുള്ള ചിരിയുള്ള കൊയിലിന് സ്വരമുള്ള പുതുപുതു മണവാട്ടി അരിമുല്ല കിണവിലെ അയകറു പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണെ. പുതു പുതു മണ
ഇനി അമ്മാവനും പിള്ളേരും ചേർന്നൊരു ആവേശഗാനം. പൂമുല്ല പന്തനദിയ മുതലുള്ള പൂമാല കൊണ്ടാടുന്ന ആനന്ദ കല്യാണം മനസ്സിൽ അവതവിധമുള്ളതായ ആഡംബരങ്ങളെല്ലാം കെട്ടിക്കൂട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഒരക്ഷരം ഞാൻ പറയാണ്. ആ അക്ഷരത്തോടെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയട്ടെ. എന്താ പേര് മോനെ? എന്താ എന്താ ഇഷ്ടം? ടൂർ പ്രോഗ്രാംസിൽ എ ടീം ബി ടീം പറഞ്ഞ 2 ടീമാക്കി തിരിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഞാനടങ്ങുന്ന എ ടീം വിജയം കൈവരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ കുടുംബാണ് ഇതിൻ്റെത്. അതിൽ ഇതിൽ പങ്കെടുക്കാത്തത് ബാബുവും മീനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് ഈ യാത്രയും നമ്മളൊരു ഐക്യം. അപ്പം നമ്മുടെ ടൂർ പ്രോഗ്രാം ഇതാ രാത്രി ഭക്ഷണത്തോടു കൂടി അവസാനിച്ചിരിക്കും. ഇതിനുശേഷം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബസ്സിൽ കയറി നേരെ സുഖനിദ്ര ശുഭനിദ്ര. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ, സീ യു.